മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേമായിരുന്നു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമുക്കറിയാം, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചു. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി ഒരു ട്രാൻസ്ലേഷണൽ മോഷനിൽ ഏർപ്പെടുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണ്, റെസ്റ്റിൽ ഇരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ ഏർപ്പെടാൻ ശ്രമിക്കും. അതായിരുന്നു. ഹലോ, ഒരു സെക്കൻഡ്, അത് റേഞ്ച് പോയി കട്ടാകുന്നതാണേ. സ്ക്രീൻ കാണാവോ? സ്ക്രീൻ ഇപ്പൊ കാണാവോ നിങ്ങൾക്ക്? നിങ്ങൾ എന്റെ കൂടെ എഴുതി പോരെ, ഇല്ലെങ്കിൽ സ്ക്രീൻ പോകുമ്പോ മൊത്തം പോകും. ഇനി അതിനുശേഷം നമ്മളുടെ റൊട്ടേഷണൽ മോഷന്റെ കേസിലാണ് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ടേം പഠിച്ചത്. അപ്പൊ എന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാല് ഒരു യൂണിഫോം റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ആ മോഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ബോഡിയുടെ ടെൻഡൻസി. നമ്മൾ അവിടെയും പറഞ്ഞായിരുന്നു, ഇറ്റ് ഈസ് എ റെസിസ്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ടെൻഡൻസി ഓഫ് ദ ബോഡി. അതായത് അനങ്ങാതിരിക്കുവാണെങ്കിൽ അനങ്ങാതിരിക്കാൻ ശ്രമിക്കും, മോഷനിൽ ഏർപ്പെടുവാണെങ്കിൽ ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്, എം മാസുള്ള ഒരു ബോഡി അത് ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുവാണ്, ഇത് എം മാസുള്ള ഒരു ബോഡിയാണ്, ഇതിന്റെ സെൻട്രലിലൂടെ കടന്നു പോകുന്ന ആക്സിസ്, അതിനെ നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയും. ദ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റഡ് ടു എ സിംഗിൾ പോയിന്റ്. The total mass of the body is concentrated to a single point, and that is called center of mass. And the axis which is passing through that point or the center of mass, that is called I center of mass. നമ്മൾ എന്നിട്ട് അതിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. I center of mass is equal to, ഇതിനെ ഇങ്ങനെ പല 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 M1 M2 M3 എന്ന് പറയുന്ന പല പല മാസുകളായിട്ട് എടുത്താൽ M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അതിന് നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n, n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ പ്ലസ് MI RI അല്ലെങ്കിൽ MN RN സ്ക്വയർ. സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 മുതൽ n വരെ MI RI സ്ക്വയർ. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? ഓർക്കുന്നുണ്ടോ കാർത്തി? മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to summation over I equal to 1 to n MI RI സ്ക്വയർ. എഴുതിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് എഴുതാൻ പറ്റുന്ന എഴുതി പോരാ, എന്ന് വെച്ചാൽ ഇടയ്ക്ക് റേഞ്ച് പോയി കഴിഞ്ഞാൽ സ്ക്രീൻ ബ്ലാങ്ക് ആയി പോകും. ഇനി ഇതിന് ശേഷം നമ്മൾ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞു. അതാണ് നിങ്ങൾ എനിക്ക് കഴിഞ്ഞ ദിവസം എഴുതി അയച്ചത്, ഞാൻ കണ്ടായിരുന്നു. പാരലൽ ആക്സിസ് തിയറത്തിൽ പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്കൊരു റിജിഡ് ബോഡി ഉണ്ട്. റിജിഡ് ബോഡി ആയിരിക്കണം കേട്ടോ എപ്പോഴും. ഫ്ലൂയിഡിന്റെ കേസിലോ ലിക്വിഡിന്റെ കേസിലോ ഒന്നും പറ്റില്ല. ഒരു റിജിഡ് ബോഡി ഉണ്ട്, അതിനൊരു സെന്റർ ഓഫ് മാസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഒരു ആക്സിസ് വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് മാസ്. നമ്മളിപ്പോ എഴുതി സെന്റർ ഓഫ് മാസിന്റെ ഇക്വേഷൻ എത്രയായിരിക്കും? ICM ഈസ് ഈക്വൽ ടു MR സ്ക്വയർ, അല്ലെങ്കിൽ സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n MR സ്ക്വയർ. ഇവിടെ അല്ലെ MI RI സ്ക്വയർ എന്ന് എഴുതാം. ക്യാപിറ്റൽ ഐയോ സ്മോൾ ഐയോ ഇക്വേഷനിൽ തരുന്നതോ അല്ലെ പരീക്ഷയ്ക്ക് തരുന്നോ ടീച്ചർ തരുന്നോ എഴുതിക്കൊള്ളുക. പാരലൽ ആക്സിസ് തിയറി എന്ന് പറയുന്നാൽ, ഇഫ് ദെയർ ഈസ് എനി ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദി സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് മാസിന് പാരലൽ ആയിട്ട് ഒരു ആക്സിസ്, ഇപ്പൊ റെഡ് ലൈൻ
ഈ റെഡ് ലൈൻ കൊണ്ട് സൂചിപ്പിച്ച ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു. ലെറ്റ് കൺസിഡർ ഇറ്റ് ഈസ് എ ബി. ലെറ്റ് കൺസിഡർ ദ ഫസ്റ്റ് വൺ. ദിസ് ഈസ് സി ഡി. ഇഷ്ടമുള്ള ലെറ്റർ എഴുതോ കേട്ടോ. Then the moment of inertia of AB, I of AB is equal to I of CD, center of mass ന്റെ moment of inertia plus ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ സ്മോൾ എ എന്ന് എഴുതിക്കും. സ്മോൾ എ ആണെങ്കിൽ എം ടോട്ടൽ മാസ് ഇൻറ്റു ദാറ്റ് ഡിസ്റ്റൻസ് സ്ക്വയർ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എം ആർ സ്ക്വയർ പോലെ തന്നെ ഇതും എം ആർ സ്ക്വയർ. ഓരോ M1 M2 എല്ലാം കൂട്ടിയെടുക്കുമ്പോൾ ക്യാപിറ്റൽ എം ആയിക്കോളും ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സോ I of any parallel axis is equal to moment of inertia through the center of mass plus mr square, where m is the total mass and a is the distance between the two axes AB and CD. ഇതായിരുന്നു parallel axis theorem. Now perpendicular axis theorem. ഇപ്പൊ നമ്മളുടെ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞതുപോലെ റിജിഡ് ബോഡിക്ക് ഒരു സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒരു സെന്റർ ഓഫ് മാസ് ഉണ്ട്, അല്ലെങ്കിൽ സി ഡി ഏത് കൊണ്ട് എടുത്തു, അതിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നുണ്ട്. ഇനി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ രണ്ട് ആക്സിസ് എടുക്കുക. ഈ ആക്സിസ്, പിന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ആക്സിസ് ഇങ്ങനെ എടുക്കും. അപ്പൊ നമ്മൾ സാധാരണ രീതി പറയുന്ന പോലെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് പ്രൈം എഴുതാം, അല്ലെ -x. ഇത് y ആക്സിസ്, അല്ലെങ്കിൽ y പ്രൈം, അല്ലെങ്കിൽ -y. ഇത് നെഗറ്റീവ് എന്നോണ്ടാട്ടോ y ഇട്ടത്. ഇത് z -z അല്ലെങ്കിൽ z പ്രൈം ആണെങ്കിൽ ഇഫ് ഈ 3 ആക്സിസ് ആർ പെർപെൻഡിക്കുലർ, z എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഈ പ്ലെയിൻ ഓഫ് ദ ബോർഡ് എന്ന് തുളഞ്ഞ എൻ്റെ നേരെയും നിങ്ങൾ മൊബൈലെ കാണുമ്പോൾ നിങ്ങളുടെ നേരെയും മൊബൈലിനകത്തോട്ടും തുളഞ്ഞിരിക്കുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് z എങ്കിൽ ഏതെങ്കിലും ഒരു ആക്സിസിന്റെ, ഇപ്പൊ നമ്മൾ ഇസഡിന്റെ എഴുതുവാണെങ്കിൽ IZ ഈക്വൽ ടു IX പ്ലസ് IY ആയിരിക്കും. അതുപോലെ തന്നെ IY ഈസ് ഈക്വൽ ടു IZ പ്ലസ് IX ആയിരിക്കും. അല്ലെങ്കിൽ IX എന്ന് പറയണത് IY പ്ലസ് IZ ആയിരിക്കും. That means perpendicular axis theorem. മൂന്ന് ആക്സിസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഏതെങ്കിലും ഇപ്പം y ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ y ആക്സിസിന്റെ ആണെങ്കിൽ ദ റൊട്ടേഷൻ, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അത് ശ്രദ്ധിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് പറയുമ്പോൾ ഏത് ആക്സിസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിനെ വെച്ച് എഴുതാവുള്ളൂ, അല്ലാതെ മുകളിലേക്ക് ഇത് എഴുതുന്നെന്ന് പറഞ്ഞ് എഴുതില്ല. പരീക്ഷയ്ക്ക് ഈ എക്സ് പ്രൈം ആ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IX ഈക്വൽ ടു IY പ്ലസ് IZ ആകും. ദിസ് ഈസ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഓഫ് റെഫറൻസ് എടുക്കുന്നത്. അപ്പം ഏത് ആക്സിസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയ രണ്ട് ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ലക്ഷ്മി ക്ലിയർ അല്ലേ പറഞ്ഞത്? ഫസ്റ്റ് വൺ, the moment of inertia of a ring. The moment of inertia of a ring. നിങ്ങൾ പടം വരച്ച് ഞാൻ ചെയ്തു വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്തു വരണം, അല്ലെങ്കിൽ ബോർഡ് ബ്ലാങ്ക് ആയി പോയാൽ നമുക്ക് പിന്നെ മൊത്തം വരയ്ക്കണ്ടേ. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് പല രീതിയിൽ ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ്. എന്നിട്ട് ചോദ്യം ഇതാണ്, ഓപ്ഷൻ എ, അതിന്റെ ഓപ്ഷൻ എ അല്ലെങ്കിൽ ആദ്യത്തെ കേസ്, the moment of inertia about the axis which is perpendicular to the plane of the ring, which is perpendicular to the plane of the ring.
എന്ന് പറഞ്ഞ ആക്സിസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. റിംഗ് ആണ്. അപ്പൊ നമുക്കൊരു റിംഗ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഈ റിങ്ങിന് പെർപെൻഡിക്കുലർ ആയ ഒരു ആക്സിസ്. അപ്പൊ ഇതിന്റെ നടുക്കോടെ തുളഞ്ഞു കയറിപ്പോവും. ഇങ്ങനെ വരും. ഇവിടെ എന്താ ഇങ്ങനെ വരച്ചാൽ അപ്പൊ കുറച്ചുകൂടെ വൃത്തിയായിട്ട് തുളഞ്ഞു കയറി പോകുന്നതെന്ന് ഇപ്പൊ മനസ്സിലാവൂലേ? ഇതിനകത്തോടെ തുളഞ്ഞ് താഴത്തോടെ ഇറങ്ങി പോകുന്ന ഒരു ആക്സിസ്. ഞാൻ അതിന് AB എന്ന് പേര് കൊടുത്തു. ഇതായിരുന്നു എൻ്റെ യൂണിഫോം റിങ്. ലെറ്റ് കൺസിഡർ ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R അല്ലെ സ്മോൾ r? ക്യാപിറ്റൽ R. എങ്ങാനും നിങ്ങൾക്ക് എഴുതി തരുന്നതിനകത്ത് ക്യാപിറ്റൽ ആറിന് പകരം സ്മോൾ ആറോ എയോ അങ്ങനെ എന്തെങ്കിലും ആണല്ലോ ഒരു കുഴപ്പമില്ല. ലെറ്റ് കൺസിഡർ ക്യാപിറ്റൽ R ഈസ് ദ റേഡിയസ് ഓഫ് ദ റിംഗ്. ഇനി നമ്മൾ പറയുകയാണ്, ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ഈ റിങ്ങിനെ, അതായത് ഈ യൂണിഫോം ആയിട്ടുള്ള റിങ്ങിനെ പല പോർഷൻ ആയിട്ട് കട്ട് ചെയ്ത് വെരി വെരി സ്മോളർ പോർഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയ പോർഷൻ എടുത്ത് M1, ചെറിയ പോർഷൻ എടുത്ത് M2, ചെറിയ പോർഷൻ എടുത്ത് M3. എന്നാൽ I എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ പ്ലസ് M3 R3 സ്ക്വയർ പ്ലസ് എക്സെട്ര അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ പ്ലസ് Mn Rn സ്ക്വയർ. Mi Ri സ്ക്വയർ എന്ന് എഴുതാം. ഇനി നോക്കിയേ, മൊത്തം മാസ് കൂട്ടുമ്പോൾ അത് എപ്പോഴും അതിന്റെ ടോട്ടൽ മാസ് ആയിരിക്കും, ക്യാപിറ്റൽ മാസ് ആയിരിക്കും. ഇനി R എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്ര തന്നെയാണ്? ഇവിടെ ഒരു സർക്കുലർ റിംഗ് ആണ്, അതിന്റെ റേഡിയസ് ആയിരിക്കും. സോ I is equal to mr സ്ക്വയർ. അപ്പം ഒരു സർക്കുലർ റിങ്ങിന്റെ, കേട്ടോണം, ഒരു സർക്കുലർ റിങ്ങിന്റെ കൃത്യം സെൻട്രലിൽ കൂടി പെർപെൻഡിക്കുലറായി കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഡിറൈവ് ചെയ്ത് മനസ്സിലായോ? ഇതിനകത്തൊന്നും മനസ്സിലാക്കാനില്ല. ഇങ്ങനെ പല പല ആക്സിസുകൾ എടുത്ത് ഡിറൈവ് ചെയ്യണം. 4 കേസ് വരും. അതിൽ ആദ്യത്തെ കേസാണ് ഇപ്പൊ പറഞ്ഞത്. കൺസിഡർ an axis which is passing through the center of mass or passing through the center and it is perpendicular to the plane of the ring. കൃത്യല്ലേ? ഉത്തരം എത്ര കിട്ടി? mr സ്ക്വയർ കിട്ടി. ഓക്കെ, സെക്കൻഡ് കേസ്. Find out the moment of inertia of the axis parallel to AB. അപ്പം നമ്മൾ വരച്ച സെൻട്രലോട് കടന്നു പോയ ആക്സിസ് ABക്ക് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആൻഡ് പാസിംഗ് ത്രൂ ദ edge of the ring. അതായത് AB എന്ന് പറയുന്ന നമ്മൾ വരച്ച ആക്സിസിന് പാരലൽ ആയിരിക്കും, മാത്രമല്ല അത് എഡ്ജിലൂടെയാണ് കടന്നു പോകുന്നത്. പടം ഇങ്ങനെ തന്നെ നമ്മുടെ റിങ്ങിന് നടുക്കോടെ കടന്നു പോകുന്ന ആക്സിസ് AB, ചെരിഞ്ഞു പോയ AB ഇങ്ങനെ തുളഞ്ഞു കടന്നു പോകുന്നു. ABക്ക് പാരലൽ ആയിട്ട് ഒരു ആക്സിസ് ഉണ്ട്. പിന്നെ എന്നാ പറഞ്ഞേ? ആ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ എഡ്ജിലൂടെ കടന്നു. അപ്പൊ ഇതല്ലേ ആക്സിസ്? നോക്കിയേ, ഇതല്ലേ അതിന്റെ ആക്സിസ്. വേണേ അതിനെ നമുക്ക് CD എന്ന് കൊടുക്കാം. ആ ചോദ്യം അനുസരിച്ച് മനസ്സിലാക്കുക, അത്രേ ഇവിടെ ചെയ്യാനുള്ളൂ. ABക്ക് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഈ വശത്ത് വരച്ചാലും ഒരു തെറ്റുമില്ല കേട്ടോ.
എഡ്ജിലൂടെ കടന്നു പോകണം. അതായത് ഈ പോയിന്റിലൂടെ ടാൻജന്റ് ആയിട്ട് ഇങ്ങനെ കടന്നു പോകും. ലെറ്റ് കൺസിഡർ ഇറ്റ് ഈസ് CD. അപ്പൊ നോക്കിയേ, ഇവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പാരലൽ ആക്സിസ് തിയറം വെച്ച് എങ്ങനെയായിരിക്കും I of CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പറഞ്ഞ കാർത്തി, I of CD is equal to ICM എന്ന് പറയുന്നത് ഇവിടെ ഏത് തന്നെയാണ്? IAB പ്ലസ് ടോട്ടൽ മാസ് ഇൻറ്റു ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? മുമ്പേ നമ്മൾ അപ്പുറം വരച്ച ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ഇത് ഇവിടെ എങ്ങോട്ട് എടുത്താലും ഇതും റേഡിയസ് ആണ്, ഇങ്ങോട്ട് എടുത്താൽ അതും റേഡിയസ് ആണ്, എല്ലാം റേഡിയസ് അല്ലേ? അപ്പം MR². തീർന്നിട്ടില്ല. IAB എത്രയാണെന്നാണ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ചത്? MR². സോ MR² പ്ലസ് MR² that is equal to 2MR². വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമുക്ക് രണ്ടാമത് കിട്ടിയ ഇക്വേഷൻ. ഓരോ ഡെറിവേഷൻ ആണ്. ആദ്യം സെന്റർ ഓഫ് മാസിന്റെ കണ്ടുപിടിച്ചു. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടിയ ഗ്രൂപ്പിലോട്ട്. സെന്റർ ഓഫ് മാസിന്റെ കണ്ടുപിടിച്ചു, സമ്മേഷൻ ഓവർ MR². എന്നിട്ട് ഒരു ആക്സിസ്, അടുത്ത ആക്സിസ് എടുത്തു, അതിന് പാരലൽ ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പാരലാക്സ് തിയറം കൊടുക്കാം. IAB പ്ലസ്, കാണാതെ പഠിച്ച് വെക്കരുത് കേട്ടോ കാർത്തി. IAB പ്ലസ് അതിന് പാരലായിട്ടുള്ളതിന്റെ അങ്ങോട്ടുള്ള മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു MR² പ്ലസ് MR², ദാറ്റ് ഇസ് ഈക്വൽ ടു 2MR². ക്ലിയർ അല്ലേ? സംശയം ഉണ്ടേ ചോദിച്ചു. About the axis, third case, about the axis lying on the plane of the ring. ഈ പ്ലെയിനിൽ തന്നെ കിടക്കണം, ABക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പൊ നമുക്ക് ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളത് ആദ്യം വരയ്ക്കും. AB ഇതാണ്. അടുത്തത് ഏതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ ABക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ Z ആക്സിസോ അല്ലെങ്കിൽ X ആക്സിസോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കണം. ശരിയല്ലേ? ശരിയല്ലേ? ഹലോ, ഹലോ, ഹലോ സാർ, കേൾക്കായിരുന്നോ? ക്ലിയർ സാർ. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു കണക്ഷൻ കൊടുത്തു നോക്കട്ടെ. Do you want the Discord PC device on network? അച്ചു, നിന്റെ പാസ്വേഡ് എന്നാ അച്ചു? സോ നമ്മൾ മൂന്നാമത്തെ കേസ് ഇപ്പം 3 എന്നെ എഴുതിയ about the axis, about the plane of the ring. Okay, perpendicular to him, lying on the plane of the ring. And perpendicular to AB. അതല്ലേ ചെയ്തോണ്ടിരുന്നേ?
വരച്ചെടുത്ത് പോരുക കേട്ടോ. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ സർക്കിള് അല്ലെങ്കിൽ റിങ്ങിന് നടുക്കുകൂടി കടന്നു പോകുന്ന നമ്മുടെ ആക്സിസ് AB. ഇനി എന്നാ പറഞ്ഞത്? ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത്, ഒന്നെങ്കിൽ X വരാം അല്ലെ Y വരാം, അല്ലേ? അതല്ലേ വരുള്ളൂ. ഇങ്ങനെ ഒരെണ്ണം തന്നെ എടുക്കാം, ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, മറ്റേത് വരച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം ഇത് AB ആണ്. ABക്ക് പെർപെൻഡിക്കുലർ ആണിത്, Z ആണെന്ന് അറിയാൻ വേണ്ടി, അല്ലെ XY ആണെന്ന് അറിയിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണം, ഇതിപ്പം ഇങ്ങോട്ടുള്ളതിനെ Y എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ തന്നെ Z എന്ന് എടുക്കാം, ഇങ്ങോട്ടുള്ളതിനെ X എടുക്കാം, ഏത് വേണമെങ്കിലും എടുത്തു. അപ്പം ഈ ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാല് ഇത് Z ആണെങ്കിൽ IZ എന്ന് പറയുന്നത് IX പ്ലസ് IY ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു എക്സും കൂടെ നമുക്ക് ഉണ്ടെന്ന് വെക്കാം. എക്സ്, ഇത് YAB ആണ്, ഇത് Z ആണെങ്കിൽ. ഇനി ഇതൊരു യൂണിഫോം സർക്കിൾ അല്ലെ, എല്ലായിടത്തും ഒരേ ഷേപ്പാ, യൂണിഫോം ഷേപ്പാ. R എല്ലായിടത്തോട്ടും കോൺസ്റ്റന്റ്. R റേഡിയസ് ഒരു കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ R എന്ന് വേണേൽ കൊടുക്കാം. ക്യാപിറ്റൽ R ഒരു കോൺസ്റ്റന്റ്. ഒരു കൃത്യമായ ഡിസ്റ്റൻസ് എടുത്താൽ അതിനകത്ത് മാസും കോൺസ്റ്റന്റ് ആണ്. M1 M2 എക്സെട്ര അതും എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് IX ഈക്വൽ ടു IY ആയിരിക്കും. അപ്പൊ നമുക്ക് IZ കാണുന്ന എങ്ങനെ എഴുതാം? IZ ഈസ് ഈക്വൽ ടു, ഒന്നെങ്കിൽ 2IX ആണെങ്കിൽ 2IX എന്ന് എഴുതാം, അല്ലെങ്കിൽ 2IY എന്ന് എഴുതാം. സോ 2IAB എന്ന് എഴുതാം. ശരിയല്ലേ? ഈ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്ലസ് ഇത്, ഈ AB നമുക്ക് അറിയാം, അതുകൊണ്ടാണ് 2 ടൈംസ് ഓഫ് AB എന്ന് എഴുതിയത്. AB എത്രയായിരുന്നു? മുമ്പേ ചെയ്തതാ, 2 ഇൻറ്റു MR². അതാണ് IZ അല്ലേ? 2 ഇൻറ്റു MR². എങ്ങനെ ശരിയാകുന്നത്? ശരിയായില്ലല്ലോ. 1 സെക്കൻഡ്. അത് എഴുതിയത് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതും അല്ല, ഞാൻ പറഞ്ഞത് തലതിരിഞ്ഞു. IAB എന്ന് പറയണത് IX പ്ലസ് IY ആണ്, അല്ലേ? ഇതിനെ നമുക്ക് ഇപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ഇതാണ് കണ്ടുപിടിക്കുന്നത്, ഇതിനെ Z എന്ന് എഴുതാം, Xനെ Z എന്ന് എഴുതാം. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, പറഞ്ഞ് കൺഫ്യൂഷൻ ആയി പോയതാ. അപ്പം ഇത് രണ്ടും സെയിം ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ M കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. അതിനെ നമുക്ക് 2 ടൈംസ് ഓഫ് IZ എന്ന് എഴുതാം. IZ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് IAB ആയിരിക്കും. IAB എത്രയാന്നാ മുമ്പേ പറഞ്ഞ നമ്മള്? MR² ആന്നാ പറഞ്ഞല്ലേ? അപ്പൊ IZ എത്രയായിരിക്കും? MR² by 2I. ഒന്നുകൂടെ പറഞ്ഞു തരണോ ഇത്? അങ്ങനെ കാര്യം പറ, അതാണ് അതിന്റെ നല്ലത്. ഇപ്പൊ എഴുതിയത് മുഴുവൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ എഴുതിയത് മുഴുവൻ കളഞ്ഞു തരും. ഒന്നുകൂടെ പറയാൻ പോവാ, അതുകൊണ്ടാ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞേക്കാന്ന്, മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ എക്സും ബൈ യൂസഡും വന്നപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോയി. എക്സും ബൈ യൂസഡും ഒന്നും എഴുതേണ്ട ഒരു കാര്യമില്ല. അതായത് നമ്മളുടെ റിങ്, സംശയമൊന്നുമില്ലല്ലോ.
തെറ്റിക്കരുത്, എസ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണത്. ഇതിനകത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ എ ബി എന്ന് പറയണ ആക്സിസ്. കുഴപ്പമൊന്നുമില്ലോ. എവിടെയെങ്കിലും സംശയം ചോദിച്ചാൽ പറയണം. എ ബി അങ്ങ് എഴുതി പോയേക്കാം. ഐ എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് അറിയാവുന്നത്? എം ആർ സ്ക്വയർ അറിയാം അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതിന്റെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് കിടക്കുന്ന ഒരു ആക്സിസ്. അതിന് വേറൊരു പേരും കൊടുത്താൽ മതി, അപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതിന് ഇങ്ങനെയും കൂടെ ഒരു ആക്സിസ് ഉണ്ടല്ലേ? ഇപ്പോഴല്ലേ 3 വന്ന പെർപെൻഡിക്കുലർ ആക്സിസുകൾ. അപ്പം പേര് കൊടുക്കുവാണ്. ഇതിനെ എക്സ് എന്ന് എടുക്കണോ? ഏതിനെ വേണം? ഇതിനെ എക്സ് എന്ന് എടുക്കാം, ഇതിനെ വൈ എന്ന് എടുക്കാം, ഇതിനെ ഇസഡ് എന്ന് എടുക്കാം. ഇനി ഇതാ നമുക്ക് അറിയാവുന്ന ഐ എ ബി. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പടം അനുസരിച്ച് ഐ ഇസഡ് ആണല്ലേ? ഐ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എ ബി ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ അല്ലേ? തെറ്റില്ലല്ലോ. 2 സ്റ്റെപ്പ് എഴുതാനുള്ളതേ. ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി അനുസരിച്ച് ഐ ഇസഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ എക്സ് പ്ലസ് ഐ വൈ ആയി. ഇനി നമ്മൾ പറഞ്ഞു എല്ലായിടത്തോട്ടും ഉള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഒരു ചെറിയ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്നാ എഴുതാം? ഐ എക്സ് ഈക്വൽ ടു ഐ വൈ ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന 2 ടൈംസ് ആവും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു വൈയുടെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് വൈയുടെ ടൈം എഴുതാം. 2 ടൈംസ് ഓഫ് ഐ വൈ ഈസ് ഈക്വൽ ടു ഐ ഇസഡ് എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ. സോ ഐ വൈ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. ഇപ്പൊ കിട്ടിയോ? ഇറ്റ്സ് വെരി സിമ്പിൾ. ആക്ച്വലി ആ പറഞ്ഞ കോംപ്ലിക്കേഷൻ ആയി പോകുന്നതുകൊണ്ട്. അതായത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി എടുക്കണം. അപ്പൊ നമുക്ക് മറ്റതിന്റെ അറിയാം, ഐ ഇസഡിന്റെ. എ ബി എന്നൊന്നും എഴുതണ്ട, ഐ ഇസഡിന്റെ എം ആർ സ്ക്വയർ എന്നറിയാം. മറ്റേത് രണ്ടും കൂട്ടുമ്പോഴാണ് എം ആർ സ്ക്വയർ വരുന്നത്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയണത് ഐ ഇസഡ് ആണ്. ഐ എക്സും ഐ വൈയും ഒന്നാണെങ്കിൽ 2 ടൈംസ് ഓഫ് ഐ എക്സ് എന്നല്ല ഐ വൈ എന്ന് എഴുതാം. അതെന്ന് പറഞ്ഞാൽ ഐ ഇസഡ് ആണ്. 2 ടൈംസ് ഓഫ് ഐ എക്സ് എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണ്. therefore ഐ എക്സ് അല്ലെങ്കിൽ ഐ വൈ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി അനുസരിച്ച്. കിട്ടിയോ? അപ്പൊ 3 എണ്ണം നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഏതായിരുന്നു? സെന്റർ ഓഫ് ആക്സിസിലൂടെ കടന്നു പോകുന്നതിന്റെ വാല്യൂ എം ആർ സ്ക്വയർ. രണ്ടാമത് പറഞ്ഞ ഏതായിരുന്നു? അതിന് പാരലായിട്ട് കടന്നു പോകുന്നതിന്റെ 2 പ്രാവശ്യം കൂട്ടിയെടുക്കും, 2 എം ആർ സ്ക്വയർ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഒരെണ്ണത്തിന്റെ എം ആർ സ്ക്വയർ ബൈ 2. തീർന്നിട്ടില്ല. നെക്സ്റ്റ് കേസ്, 4ാമത്തെ കേസ് എഴുതിക്കോ. Fourth case, if the axis tangential to x prime as in figure, find out the moment of inertia of the axis. Find out moment of inertia of the axis CD, which is parallel to x prime പടം തരുവാ കേട്ടോ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. മുമ്പേ ചെയ്തതിന്റെ അടുത്ത കേസ്. മുമ്പേ ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇതിന്റെ നടുക്കോടെ വരുന്നത് എ ബി. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഇതാണ്.
മുമ്പേ നമ്മളൊരു എക്സ് പ്രൈം ഇങ്ങനെ കണ്ടുപിടിച്ചില്ലായിരുന്നു ഇത്. അതിന് പാരലായിട്ട് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തില്ലേ, ഈ പെർപെൻഡിക്കുലർ ആയിട്ട് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയി വരുന്നതിന്റെ വാല്യൂ എത്രയാണെന്നാ പറഞ്ഞ ഇപ്പം? mr²/2. അത് പരീക്ഷയ്ക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിനെ എക്സ് പ്രൈം എന്ന് വിളിച്ചു. ചോദ്യം ഇതാണ്, ഇതിന് പാരലായിട്ട് ഇവിടെ ഓർമ്മ ഇത് ഇതിന്റെ കണ്ടുപിടിക്കുക CD. അപ്പൊ നോക്കിയേ, CD എന്ന് പറയുന്നത് എങ്ങനെയാണ്? പാരലൽ ടു എക്സ് പ്രൈം അല്ലേ? അപ്പൊ പാരലാക്സ് തിയറം എങ്ങനെയാണ്? ICD is equal to I, ഇതാണ് ഇതിന് പാരലൽ, IXX പ്രൈം പ്ലസ് M ഇൻറ്റു അങ്ങോട്ടുള്ള റേഡിയസിന്റെ സ്ക്വയർ. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ IXX പ്രൈം എത്രയാന്നാ ഇപ്പൊ പറഞ്ഞത്? തൊട്ട് മുമ്പ് ചെയ്തതാ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലെയിനാ വന്നതിന്റെ എത്രയാ? mr²/2 പ്ലസ് mr². ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ അങ്ങോട്ടേ ഗുണിക്കാം, mr² പ്ലസ് 2mr²/2. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 1 3 mr²/2. Therefore ICD is equal to 3/2 mr². ICD നമ്മളുടെ ഇത് ഇതിന് പാരലാണ് ഈ കിടക്കുന്ന സാധനം. അപ്പൊ പാരലാക്സ് തിയറത്തെ അനുസരിച്ച് ഇതിന്റെ ഇതേ പ്ലസ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും മാസിന്റെ സ്ക്വയറും. അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ചെയ്തു mr²/2, തേർഡ് കേസ്. അപ്പൊ mr²/2 പ്ലസ് ടോട്ടൽ മാസ് m ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ mr². ഇവിടെ ഇതിന് താഴെ 2 ഉണ്ട്. അപ്പൊ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. mr² പ്ലസ് 2mr² ഓൾ ഡിവൈഡ് ബൈ 2. 2 mr² 1 mr² കൂട്ടുമ്പോൾ എത്രയാവും? 3mr²/2. So 3/2 എന്ന് ഒരുമിച്ച് എഴുതി. So our fourth case, our equation is equal to 3/2 mr². അപ്പൊ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം വരും. നടുക്കോടെയുള്ള സെന്റർ ഓഫ് മാസിലൂടെ ഉള്ളതിന്റെ സെന്റർ ഓഫ് മാസിന് പാരലൽ ആയതിന്റെ, സെന്റർ ഓഫ് മാസിന് പെർപെൻഡിക്കുലർ ആയതിന്റെ, സെന്റർ ഓഫ് മാസിന് പെർപെൻഡിക്കുലർ ആയതിന്റെ പാരലൽ ഉണ്ടോ? എന്നെ രസം നോക്കി. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. mr², 2mr², mr²/2, അല്ലെങ്കിൽ ഇവിടെ 1/2 mr², 1/2 mr², 3/2 mr². ഏതാ ഓർത്തിരിക്കുക എളുപ്പം? ഇവിടെ 1/2 കോമൺ ആയിട്ട് എഴുതുന്നതാണോ എളുപ്പം? 1/2 mr², അല്ലെ 1/2 mr², 3/2 mr². ഏതാ കുഞ്ഞെ എളുപ്പം? എങ്ങനെ എഴുതിയാലേ പഠിക്കാൻ എളുപ്പം? ഇത് ടേബിൾ തിരിച്ച് എഴുതണം. ഡിസ്ക് പഠിക്കുക. ഇത് മുഴുവൻ ഏതിന്റെ കേസാണ്? ഇൻ ദ കേസ് ഓഫ് എ റിംഗ്. റിങ്ങിന്റെ കേസിലുള്ള 4 മൊമെന്റ് ഓഫ് ഇനേർഷ്യകളാണ്. മനസ്സിലായോ? അത്രയും മതിയെന്ന്. കുറെ നാള് കൂടി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളിലൂടെ പോവാൻ. നന്നായിട്ട് ക്ലിയർ ആയിട്ട് ചോദ്യം ഇതാണ്, വായിച്ചേ. എ സോളിഡ് സ്പിയർ, കോമ, എ റിംഗ് ആൻഡ് എ സർക്കുലർ ഡിസ്ക്. അതിനകത്ത് റിങ്ങിന്റെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ. സോളിഡ് സ്പിയർ നമ്മൾ പഠിച്ചില്ല, ഡിസ്ക് പഠിച്ചിട്ടില്ല. അവിടെ കിടന്നോട്ടെ. എല്ലാത്തിനും സെയിം റേഡിയസ് ആണ്. റോളിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്തൗട്ട് സ്ലിപ്പിംഗ് ഫ്രം ദ ഹൈറ്റ്, സ്റ്റാർട്ട് ഫ്രം ദ റെസ്റ്റ്. അപ്പൊ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട് നമുക്ക്. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഇങ്ങനെ ഇരിക്കട്ടെ പ്ലെയിൻ. നമ്മളൊരു സർക്കുലർ ഷേപ്പിലുള്ള
ഒരു റിങ്, സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസ്ക്, ഇവിടെ തന്നെ വെക്കാം കേട്ടോ. ഇതെല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ റേഡിയസ് ഉള്ള സാധനം ഉരുട്ടി വിടുക. ആദ്യം ഏതായിരിക്കും താഴെ വരുന്നത്? ചിന്തിച്ച് നോക്കിയാൽ അതിന്റെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞത്? റിങ്, ഡിസ്ക്, സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത് പോലെ അല്ലേ, എല്ലാ വശവും. ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്നാ, നമ്മുടെ ഹാർമർ ത്രോ ഇല്ലേ, ഇങ്ങനെ പരന്നിരുന്ന് വെച്ച് ഇവിടെ ഇച്ചിരി പൊങ്ങിയിരിക്കും. മനസ്സിലായില്ലേ? ഈ ഷേപ്പിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും, ഇങ്ങനെ ഇരിക്കും. റിങ് എന്ന് പറഞ്ഞാൽ വെറും വളയം. ഇതിലേതായിരിക്കും താഴെ വരുന്നത്? ഏറ്റവും ആദ്യം താഴെ വരുന്നത് ഏതായിരിക്കും? എങ്ങനെയാ ചോദ്യം തന്നെ? ഏറ്റവും ആദ്യം താഴെ വരുന്നത് സ്പിയർ ആയിരിക്കും അല്ലെ? സ്പിയറിനല്ലേ ഏറ്റവും കൂടുതൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കിട്ടുന്നത്. എങ്ങോട്ട് ഉരുണ്ടാലും ഇതൊക്കെ ഒരു, ഞാനതാ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം. ഏതായിരിക്കും ഏറ്റവും താഴെ വരുന്നത്? ഏറ്റവും കൂടുതൽ ഏരിയ ഓഫ് കോണ്ടാക്ട് കിട്ടുന്ന ആർക്കാ ഇവിടെ? സ്പിയറിനല്ലേ? അപ്പൊ സ്പിയർ ആദ്യം താഴെ എത്തും, രണ്ടാമത് ഡിസ്ക് എടുക്കും, ഏറ്റവും പതുക്കെ ആരെത്തും? അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ ആർക്കായിരിക്കും? റിങ്ങിനായിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയവൻ പതുക്കിയല്ലേ വരുള്ളൂ, ഇനേർഷ്യ അല്ലേ അത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാക്സിമം ആർക്കിന്? റിങ്ങിന്. മിനിമം ആയിരിക്കും ആർക്ക്? സ്പിയർ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം കാർക്ക്, ഒക്കെ കാലം പോയി. അടുത്ത ചോദ്യം, എ റിംഗ് ഓഫ് റേഡിയസ് 2 മീറ്റർ. അതിന്റെ ബി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഡിസ്കിന്റെ ഞാൻ പഠിപ്പിച്ചില്ല. എ റിംഗ് ഓഫ് റേഡിയസ് 2 മീറ്റർ. അപ്പൊ 6 തന്നിട്ടുണ്ട്, 2 മീറ്റർ. വെയിറ്റ് തന്നിട്ടുണ്ട്, എത്രയാ തന്നേക്കുന്നത്? മാസ് 100 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇറ്റ് റോൾസ് അലോങ് എ ഹൊറിസോണ്ടൽ ഫ്ലോർ. ഒരു റിങ്ങിന് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഫ്ലോറോട് ഉരുണ്ടുപോവാ. സോ ദാറ്റ് ഹിസ് സെന്റർ ഓഫ് മാസ് ഹാസ് എ സ്പീഡ്. സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നോക്കിക്കേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ V = R⍵ എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു റൊട്ടേഷണൽ വെലോസിറ്റി. പഠിപ്പിച്ചായിരുന്നോ? നോക്കി പഠിപ്പിച്ചായിരുന്നോ? V = R⍵. ല്ലേ? അത് പൊക്കോട്ടെ. ആംഗുലാർ മൊമെന്റ് എന്ന് പറയുന്ന അടുത്ത ഹെഡിങ് വരുമ്പോൾ ഞാൻ പഠിപ്പിക്കും. അപ്പം V എന്ന് പറഞ്ഞാൽ എന്നാ? ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിനൊരു ലീനിയർ വെലോസിറ്റി ഉണ്ടല്ലേ? ലീനിയർ വെലോസിറ്റി ആണ് ഏത്? V. ആംഗുലാർ വെലോസിറ്റി ആണ് ആര്? ഒമേഗ. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് V = R⍵. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷനും ഉണ്ട്, കൈനറ്റിക് എനർജി ഓഫ് ലീനിയർ മോഷനും ഉണ്ട്. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ നിങ്ങൾക്ക് അറിയത്തില്ല, ലീനിയർ മോഷന്റെ ½ mv² എന്നറിയാല്ലേ? അതുപോലെ റൊട്ടേഷന്റെ ഇതാണ് ½ I⍵².
എഴുതിയിട്ടേ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചിട്ടില്ല. പ്രോബ്ലം ഇച്ചിരി കടന്ന പ്രോബ്ലം ആയി. ഇനി ഒമേഗയ്ക്ക് വി ആ തന്നേക്കുന്നെങ്കിൽ അതിന് പകരം എന്നാന്ന് കൊടുക്കാം? ഹാഫ് ഇൻറ്റു ഐ ഇൻറ്റു ഐ എന്ന് പറയുന്ന റിങ്ങിന്റെ എത്രയാന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? mr² അല്ലേ? mr² ഒമേഗ സ്ക്വയർ പ്ലസ് ഹാഫ് mv². അപ്പം വി ആർ ഒമേഗ എന്ന് പറഞ്ഞാൽ വി ആ. അപ്പൊ എങ്ങനെ വരും? ഹാഫ് mv² പ്ലസ് ഹാഫ് mv². ആരെയും കൂട്ടിയ ഒരു mv². എം തന്നിട്ടുണ്ട് 100 ഇൻറ്റു തന്നായിരുന്നല്ലോ സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ പെർ സെക്കൻഡിന്റെ മീറ്റർ ആയി കഴിഞ്ഞാൽ 0.20 ഹോൾ സ്ക്വയർ. 224 0.004 2 സ്ഥാനം ഇരട്ടി സ്ഥാനം മാറ്റി 0.04 ഇൻറ്റു 100 2 സ്ഥാനം മാറ്റി കുറ്റിടുമ്പോൾ 4 കിട്ടും. 4 ജൂൾ എനർജി അല്ലേ വിഷയം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു മോഡ് ഓഫ് ചോദ്യം. ഓക്കെ, എല്ലാം പഠിച്ചു വരുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഇപ്പൊ റിങ്ങിന്റെ കേസിൽ ABCD എഴുതി ഓരോ കേസിലെ പടം എവിടെയാണ്, അപ്പം ഇക്വേഷൻ ബൈഹാർഡ് ചെയ്യണം. നടുക്കോടെയാണ് mr², മറ്റടുത്തോടെയാണ് 2mr², പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഹാഫ് mr², അതിന് പാരലാണെങ്കിൽ 3/2mr². 2/3 ആണ്, 3/2 ആണ്, 2/3 ആണ്, 3/2. ഓക്കെ, 3/2mr². അമ്മേ അടിച്ചാ. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. I will try my best.